കുടുംബസമേതം വന്ന് വോട്ട് രേഖപ്പെടുത്തിയിരിക്കണം. എന്താണ് പ്രതീക്ഷ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ദേശീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ദേശീയ പാർട്ടികളിലേക്കാൾ ഇന്ത്യയിലെ ഇടത് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ദേശീയ തലത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടുവെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവനൊരു വിലയിരുത്തൽ നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും LDF ഒരു വലിയ വിജയം കേരളത്തിലുണ്ടാകും. കേരളത്തിലെ ജനങ്ങൾ അത് കാര്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഈ പ്രചാരണ ഘട്ടത്തിൽ പലപ്പോഴും കോൺഗ്രസ് BJP ബന്ധം ഈ LDF നേതാക്കളടക്കം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അവസാനം ഒടുവിൽ വരുന്ന പല വിവരങ്ങളും പ്രത്യേകിച്ചും TG നന്ദകുമാറും EP ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഇത്തരം BJP CPM അല്ലെങ്കിൽ LDF ബന്ധം ഇങ്ങനെ പുറത്തു വരുമ്പോൾ അത് ഒരു LDF തിരിച്ചടിയാവില്ലേ? ഇല്ല, അതൊന്നും വരില്ല. കാരണം അതൊക്കെ EP ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങളാണ്. അതും LDF യാതൊരു ബന്ധവുമില്ല. കാരണം LDF അങ്ങനെ ഒരു ധാരണയോ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഒരു കക്ഷി നേതാവ് കൂടിയായതുകൊണ്ട് ഞങ്ങൾക്കറിയാം. അത് വ്യക്തിപരമായി വല്ലവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ടെങ്കിൽ നമുക്ക് പരിചയമില്ല. പക്ഷേ വ്യക്തിപരമായി പരിചയം ഉണ്ടായത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതും CPM നിന്ന് ഒരാളെ കൊണ്ടുപോയിട്ട്, ഞാൻ വളരെ ചെറിയൊരു ചോദ്യം, CPM എന്നൊരാളെ കൊണ്ടുപോയിട്ട് BJP ചേർത്തിട്ട് CPM ഒരു 10 പേരെങ്കിലും BJP ചേർക്കാൻ പറ്റും? എത്ര വലിയ നേതാവായാലും എന്ത് മണ്ടത്തരമാണ് പറയുന്നത്. ഇവിടെ സത്യത്തിൽ അലയൻസ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു? അലയൻസ് BJPയും SDP-യും കോൺഗ്രസും കൂടെ ആയിരുന്നു പത്തനാപുരത്ത് വോട്ടിൻ്റെ പാറ്റേൺ കാരണം BJP പിടിക്കേണ്ട വോട്ട് ഭീമൻഡുക്ക് മത്സരിച്ചപ്പോൾ പോലും പിടിച്ചതിനേക്കാൾ കുറച്ച് വോട്ടാണ് പിടിച്ചത്. അപ്പോൾ ആ വോട്ടോടെ പോയി അത് കോൺഗ്രസിന് കൊടുത്തു. SDP-ഐ 3500 വോട്ടോളം പിടിക്കും എല്ലാ ഇലക്ഷനും, പാർലമെൻറ്റിന് അസംബ്ലിയിൽ. ആ സ്ഥാനാർത്ഥിക്ക് ഒരു 600 വോട്ടാണ് കിട്ടിയത്. അതെവിടെ പോയി? അപ്പോൾ ഈ ഒരു വോട്ട് കച്ചവടം നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പത്തനാപുരത്ത് നമുക്ക് വളരെ ബോധ്യമുണ്ട്. ഞാൻ പലരോടും പറഞ്ഞിട്ടുമുണ്ട്. നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വോട്ട് മറിക്കുന്നത് ഇവിടെ കോൺഗ്രസും BJP ആയിട്ടാണ്. കാരണം BJPയുടെ ഒരു പ്രബല ശത്രു എന്ന് പറയുന്നത് LDF തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ മറ്റവർക്ക് കൊടുക്കും. അങ്ങനെ ഇപ്പോൾ LDFകാർ കയറി വരണ്ട എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട്. ഏതായാലും BJP കയറില്ല എന്ന് അവർക്കറിയാം, അക്കൗണ്ട് തുറക്കില്ല എന്ന് അവർക്കറിയാം. മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു ഇപിക്ക് ഒരു ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. അതുകൊണ്ട് അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ഞാനായാലും ആരായാലും ശരി നമ്മുടെ സൗഹൃദങ്ങളിൽ ഒരു ജാഗ്രത പുലർത്തണം എന്നുള്ളത് ശരിയാണത്. അത് നമ്മളെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ്. പക്ഷേ EP ഒരു സ്വതന്ത്ര ചിന്താഗതിയുടെ പുറത്തങ്ങൊരു എല്ലാവരോടും സൗഹൃദം വയ്ക്കുന്ന പോലെ വെച്ചു എന്നുള്ളത് ഒരു ഗുണമല്ല. അത് എനിക്ക് ഇവരുമായിട്ടൊന്നും പരിചയമില്ല. പിന്നെ EP ആയിട്ട് പരിചയമുണ്ട്. പ്രവചനാതീതമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് അല്പസമയം മുമ്പ് കണ്ടപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്. അല്ല, അതറിയത്തില്ല. അതെല്ലാവർക്കും അവരുടേതായ ഒരു ആത്മവിശ്വാസമില്ല. അതിനകത്ത് കുറ്റം പറയുന്നത് എങ്ങനെ?